അഖിൽ സാറ് പോയി. ഇനി എന്റെ മോള് അവള് നിങ്ങളുടെ കയ്യില. എനിക്ക് വേണം. നിങ്ങൾ പറയുന്ന എന്ത് ഞാൻ തരാം. പറയൂ. എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ അതിനനുവദിക്കണം. എന്റെ കുഞ്ഞിന് വേറെ എന്താ വേണ്ട? എന്റെ ജീവനാണോ? അത് ഞാൻ തരാം. വാക്കാണോ? അതെ, വാക്കാ. എന്റെ മോളെവിടെ? പറ. എന്റെ മോളെ താ. പറ. എന്റെ മോളെവിടെ എന്നൊന്ന് പറ. പ്ലീസ് പറ. എന്റെ കുഞ്ഞെവിടെ? പ്ലീസ്. മോളെ എനിക്ക് മോളെ കാണണം. മോളെവിടെയെന്ന് പറ പ്ലീസ്. എന്റെ മോളെവിടെയെന്ന് പറ. കുഞ്ഞിനെ കാണാം. കുഞ്ഞിനെ തരുകയും ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷൻ. നിന്റെ കുഞ്ഞിന്റെ പേരില് വസുന്ധരാമയും അച്ഛനും കൂടി എഴുതി വെച്ച സ്വത്ത് അതെനിക്ക് കിട്ടണം. നിങ്ങൾക്ക് സ്വത്തല്ലേ വേണ്ടത്? എനിക്കിനൊന്നും ആലോചിക്കാനില്ല. ഏതൊക്കെ ഞാൻ എഴുതി തന്നോളാം. ഈ ലോകത്ത് എനിക്ക് എന്തിനേക്കാളും വലുത് എന്റെ കുഞ്ഞ്. എന്റെ മോളെ എനിക്ക് വേണം. കൃഷ്ണ, എന്തു പറ്റി മോളെ? എന്തു പറ്റിയെന്ന് പറയൂ കുട്ടി. മുത്തശ്ശി, അച്ഛനെന്നെ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒരു കുളക്കരയിൽ അവരെ കൊണ്ടുവന്ന് വെച്ച പോലെ ഞാൻ അച്ഛന്റെ കൈകളിൽ എത്തിയത്. പക്ഷെ അച്ഛൻ തിരക്കിയപ്പോ അവിടെ ഒരു പുഴയില് കുട്ടവഞ്ചിയിൽ ഒഴുകി വന്നതാ ഞാനെന്നാ പറഞ്ഞത്. ശ്യാമമ്മയുടെ പറഞ്ഞു കേട്ടില്ലേ? ശ്യാമമ്മയുടെ അമ്മയാണോ? എന്നെ പ്രസവിച്ചത് ശ്യാമമ്മയാണോ? അയ്യോ, എനിക്കത് മനസ്സിലാവുന്നില്ലല്ലോ എന്റെ കണ്ണ. വരുൺ, കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്. മനഃപൂർവ്വം നമ്മുടെ ബിസിനസ് ഇല്ലാതാക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. അങ്ങനെ എനിക്കും തോന്നിയിട്ടുണ്ട്. ബിസിനസ് ഇൻഡസ്ട്രിയിൽ നമുക്കെതിരെ എന്തോ ഗൂഢനീക്കം നടക്കുന്നത് പോലെ. സത്യം പറഞ്ഞാൽ അപ്പൊ ഭയക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആ,
നീ ആ കോൾ എടുക്ക്. ഹലോ. ആ, വരുൺ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശ്യാമ മാഡത്തിന്റെ കാര്യം. എടോ, ഞാനും അച്ഛനും ഒന്നിച്ചിരുന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഹലോ വരുൺ, ഹലോ ഹലോ. ഞാൻ പിന്നെ ഇത് ആരോടാ പറയാ? വരുണിനെ എപ്പോഴാ വിളിക്ക? വരുൺ, വിദേശത്തേക്ക് കയറ്റി അയച്ച നമ്മുടെ എക്സ്പോർട്ട് ഗുഡ്സിൽ മയക്കുമരുന്ന് കണ്ടെത്തി എന്നത് ചെറിയ കാര്യമല്ല. അത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചപ്പോ നമുക്ക് എന്തൊക്കെയാ നഷ്ടപ്പെട്ടതെന്നറിയൂ. ഇന്ന് വരെയുള്ള നീക്കിയിരിപ്പുകൾ, കണിമംഗലത്തിന് സ്വന്തമായിട്ടുള്ള വസ്തുവകകള്, എന്തിന് നമ്മുടെ വീടടക്കം പണയത്തിലാണ്. അറിയാച്ച, എല്ലാം തിരിച്ചു പിടിക്കാന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ. തിരിച്ചു പിടിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവരും അറിഞ്ഞാൽ കണിമംഗലത്തിന് ഇന്ന് വരെ ഉണ്ടായിരുന്ന ക്രെഡിബിലിറ്റി തകരും. പിന്നെ മുന്നോട്ട് ഒരു ചുവട് വയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഓക്കെ സാർ. വേറൊരു കാര്യം കൂടി, ഇനി മുന്നോട്ടെടുക്കുന്ന തീരുമാനങ്ങൾ ഞാനും നീ മാത്രം അറിയാനുള്ളതാണ്. ആ ഡിസ്കഷനിൽ മറ്റൊരാളുണ്ടാവാൻ പാടില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം.